പ്രായത്തെ തോൽപ്പിക്കുന്ന കഥാപാത്ര വൈവിധ്യം, തന്നിലെ നടനെ നിരന്തരം പുതുക്കാനും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാനും മമ്മൂട്ടി കാണിക്കുന്ന ധൈര്യം 74-ാം വയസ്സിലും പിൻതലമുറയെ വിസ്മയിപ്പിക്കുന്നതാണ്. സിനിമയുടെ പുതിയ വ്യാകരണങ്ങൾ ചമയ്ക്കുന്ന ഈ 4ാം ദേശീയ പുരസ്കാരം മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു സുവർണ അധ്യായം കുറിക്കുകയാണ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിലെ വലിയൊരു പാഠപുസ്തകം കൂടിയാണിത്. ശബ്ദം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാളികളെയും സിനിമാ ലോകത്തെയും എന്നും ഭ്രമിപ്പിക്കുന്ന 3 അക്ഷരമാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. കേവലം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിനും അപ്പുറം ഭ്രമയുഗം സിനിമ ലോകത്തിൻ്റെ നായക സങ്കല്പത്തെയാണ് മമ്മൂട്ടിയിലൂടെ മാറ്റിമറിച്ചത്. വൈവിധ്യമാർന്ന കഥാപാത്രത്തെ അതിൻ്റെ ചൂടും ചൂരും ഒട്ടും ചോരാതെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച മമ്മൂട്ടി ഈ സിനിമയിലെ പ്രതിനായകനാണെന്ന യാഥാർത്ഥ്യം പ്രേക്ഷകരെയും വിസ്മരിപ്പിച്ചു. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത കഥാപാത്രവും അഭിനയ രീതിയുമാണ് മലയാളികൾ ഭ്രമയുഗത്തിലൂടെ ആസ്വദിച്ചത്. ലണ്ടനിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഫോർ ദ ക്രിയേറ്റീവ് ആർട്സ് ഫിലിം സ്കൂളിൽ ഭ്രമയുഗം പഠന വിഷയമായതും മലയാളിക്ക് എന്നും അഭിമാനിക്കാം. 1990-ൽ ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ എന്നീ ചിത്രങ്ങളിലൂടെ ആദ്യ ദേശീയ പുരസ്കാരവും 1994-ൽ വിധേയൻ, പൊന്തന്മാട ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയിലെ തൻ്റെ അഭിനയ സിംഹാസനം ഊട്ടിയുറപ്പിച്ച മമ്മൂട്ടി 1999-ൽ ജബ്ബാർ പട്ടേലിൻ്റെ സംവിധാനത്തിൽ പിറന്ന ബാബാ സാഹിബ് അംബേദ്കറിലൂടെ വീണ്ടും ദേശീയ പുരസ്കാരം കൈപ്പിടിയിലൊതുക്കി. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ നൽകി ആദരിച്ച മഹാനടൻ, 8 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പുരസ്കാരങ്ങളും നേടി 74-ാം വയസ്സിലും പിൻതലമുറകളെ നിഷ്പ്രഭരാക്കി വീണ്ടും സിനിമാ ലോകത്തെ ഭ്രമിപ്പിച്ച് മുന്നേറുകയാണ്. മമ്മൂട്ടിയുടെ അടുത്ത കഥാപാത്രത്തെ ആസ്വദിക്കാനും പഠിക്കാനും കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും സിനിമാ പ്രേമികളും. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, കൈരളി ന്യൂസ്.